കാവ്യ മാധവനെ അറിയപ്പെടുന്ന നടിയാക്കിയത് അച്ഛൻ പി. മാധവന്റെ ഉറച്ച പിന്തുണയുടെ ഫലമായിരുന്നു. മകളെ എന്നും ചേർത്ത് നിർത്തിയ അച്ഛൻ, പ്രതിസന്ധികളിലെല്ലാം കൂടി നിന്ന രക്ഷാകർത്താവ്. കലോത്സവ വേദികളിലെല്ലാം മകൾക്കൊപ്പം നിഴലായി എന്നും മാധവനുണ്ടായിരുന്നു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മകൾക്കൊപ്പം ചേർന്ന് നടക്കാൻ എപ്പോഴും മാധവൻ ഒപ്പമുണ്ടായിരുന്നു. കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ കൂടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് താമസം മാറി. അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തൻ്റെ നാട്ടിൽ നിന്ന് മുമ്പ് കാവ്യയും പറഞ്ഞിരുന്നു. ചെന്നൈയിൽ വെച്ചായിരുന്നു ഇന്നലെ രാത്രി അന്ത്യം സംഭവിച്ചത്. ഓസ്ട്രേലിയയിൽ നിന്നും മകൻ മിഥുൻ എത്തുന്നതുവരെ മൃതദേഹം മോർച്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തുന്നത്. നടി കാവ്യ മാധവന്റെ പിതാവ് കാസർഗോഡ് സ്വദേശിയായിരുന്നു. സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമ കൂടിയാണ് അദ്ദേഹം. 75 വയസ്സായിരുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാവ്യക്കൊപ്പമുണ്ടായിരുന്നു പിതാവ്. ആദ്യ വിവാഹമോചനത്തിലും കാവ്യയെ പിന്തുണച്ചു. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലെല്ലാം പ്രതികരണം നടത്തിയതും മകളെ പ്രതിരോധിച്ചതും ഈ അച്ഛനായിരുന്നു. ദിലീപുമായുള്ള അപ്രതീക്ഷിത വിവാഹത്തെയും മനസ്സറിഞ്ഞ് പിന്തുണച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിസ്ഥാനത്തായപ്പോഴും കാവ്യയെ ചേർത്ത് പിടിച്ചു. കാവ്യ തുടങ്ങിയ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന് പിന്നിലും അച്ഛൻ്റെ സുപ്രിയ ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടിയ ഊർജ്ജമായിരുന്നു. നടിയെ ആക്രമിച്ച കേസ് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് നടി കാവ്യ മാധവന്റെ മാതാപിതാക്കളുടെ മൊഴിയും പോലീസ് എടുത്തിരുന്നു. ബാലതാരമായി സിനിമയിൽ തുടക്കം കുറിച്ച കാവ്യ പിന്നീട് നായികയായി മാറുകയായിരുന്നു. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ച കാവ്യ പിന്നീട് മലയാള സിനിമയിലെ തിരക്കേറിയ നടിയായി മാറി. ലോകം മുഴുവൻ എതിർത്തപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും കാവ്യക്ക് കരുത്തായി ഒപ്പം നിന്നത് അച്ഛൻ മാധവനായിരുന്നു എന്നതാണ് വസ്തുത. ദിലീപുമായുള്ള വിവാഹത്തിന് കുടുംബം സമ്മതിച്ചതുപോലും കാവ്യയുടെ സന്തോഷകരമായ ജീവിതത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മാത്രമായിരുന്നു. ദിലീപുമായുള്ള വിവാഹശേഷം കാവ്യ ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയായി. ഇപ്പോൾ മകൾക്ക് ചുറ്റുമാണ് കാവ്യയുടെ ലോകം.